ഡാഫോഡിൽസ്. കഥ എഴുതിയത് ജ്യോതിലക്ഷ്മി നമ്പ്യാർ. എന്നിലെന്തോ ഭീതി പടർന്നിരിക്കുന്നു. ഞാൻ പേടിക്കുന്നതും ഈ കാലത്തെ തന്നെ. ഇതിനെന്തോ കറുത്ത മുഖമുണ്ട്. എൻ്റെ മാറിലെ ചൂടും മാതൃസ്നേഹവും ഊട്ടി ഞാൻ വളർത്തിയ എൻ്റെ പൊന്നോമന ഈ കാലത്തിൻ്റെ കൈകളിൽ ഇനി സുരക്ഷിതയാണോ എന്ന സംശയം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. കൗമാരത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ പേയിളകുന്ന കാട്ടുനായ്ക്കൾ ഈ കാലത്തിൻ്റെ സന്തതികളിലുണ്ട്. അവ പൊന്നോമനകളെ പിച്ചിച്ചീന്തി ചോര കുടിക്കുമ്പോൾ കാലം പൊട്ടിച്ചിരിക്കുന്നു. നിഷ്കളങ്കത കൊഴിഞ്ഞു പോകാത്ത അവളുടെ കണ്ണുകളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ആ കണ്ണുകളിൽ ആകാംക്ഷയുടെ നിഴലുണ്ടായിരുന്നു. എന്തോ നേടിയെടുത്ത ഒരു സംതൃപ്തിയുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ആശ്ചര്യ ചിഹ്നങ്ങൾ പൊഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ എന്തിനെയോ ഭയപ്പെടുന്നുണ്ട്. അവൾക്കെന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. കണ്ണുകളിൽ അല്പം കണ്ണുനീർ പൊടിഞ്ഞിട്ടുണ്ട്. ഒരു നഷ്ടബോധം അവളെ വേട്ടയാടുന്നു. അവൾക്കെല്ലാം അറിയാം. പെട്ടെന്ന് അനുഭവത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഞെട്ടലായിരിക്കാം ഉറക്കെയുള്ള ഒരു വിളിയായി അവളിൽ നിന്നും ഉയർന്നത്. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. കാൽപാദങ്ങൾ നിലത്ത് പതിയാതെ ഒറ്റയടി വയ്ക്കുമ്പോൾ വീണുപോകാതെ അവളെ ഞാൻ സംരക്ഷിക്കുമെന്ന ആശ്വാസത്തിൽ ആദ്യ ചുവടുകൾ വയ്ക്കാൻ ശ്രമിച്ച അവളുടെ അന്നത്തെ അതേ മുഖം ഇന്നും ഞാൻ അവളിൽ കാണുന്നു. അവൾ കൊച്ചു കൊച്ചു അടികൾ വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ കൊലുസിൻ്റെ നാദം എൻ്റെ ഹൃദയമിടിപ്പിൽ കേട്ടു. ഒരുപാട് ഉത്തരവാദിത്തം എന്നിൽ വന്നു ചേർന്നതുപോലെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ മുഖത്തേക്ക് നോക്കാൻ മനസ്സ് അനുവദിച്ചില്ല. അവളിലെ നഷ്ടബോധം എൻ്റേതുമായി മാറി. ഈ നിമിഷം ഞാൻ എന്നോ ആഗ്രഹിച്ചിരുന്നു എന്നറിയാം. എന്നിലെ മാതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷം. എന്തിനു മൗനമായി ഞാൻ കരയുന്നു? കണ്ണുനീർ ആനന്ദാശ്രു എന്നോണം ആരും കാണാതെ അടർത്തി മാറ്റി. ഡാഫോഡിൽസ്. ആ പേര് എൻ്റെ മനസ്സിൽ ഓടി വന്നു. അതെ, മനോഹരമായ മഞ്ഞ നിറമുള്ള ഒരു കുഞ്ഞു പുഷ്പം. അതായിരുന്നു അവൾ. ആ കടയ്ക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ആ നിമിഷം എൻ്റെ മനസ്സിൽ ഓടി വരാറുണ്ട്. അതിലെ ചില്ലുമേശയിൽ അവളെ ഇരുത്തിയാണ് റോസ് നിറത്തിലുള്ള അലുക്കുകൾ പിടിപ്പിച്ച കുഞ്ഞുടുപ്പ് ഞാൻ അവളുടെ ആദ്യ പിറന്നാളിനായി തിരഞ്ഞെടുത്തത്. ആ നിമിഷം എന്നെ ഉപേക്ഷിച്ചിട്ട് 14 വർഷമായി എന്ന് എത്ര പറഞ്ഞിട്ടും എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. റോസ് നിറത്തിലുള്ള ആ കുഞ്ഞുടുപ്പിന് അനുയോജ്യമായ ഒരു ഷൂ അവൾക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഇന്നും അത് എൻ്റെ ഓർമ്മകളുടെ അലമാരയിൽ പൊടി കയറാതെ ഞാൻ സൂക്ഷിക്കുന്നു. ഞാനത് അവളുടെ കുഞ്ഞിക്കാലിൽ അണിയിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ അവൾ വിസമ്മതിച്ചു. പകരം കുഞ്ഞിക്കാൽ മുന്നോട്ട് നീട്ടി ആ ഷൂവിനെ തന്നെ അവൾ നോക്കിയിരുന്നു. അല്പസമയത്തിന് ശേഷം അത് അവൾ ചുണ്ടോടടുപ്പിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്നോട് ഒരുപാട് സ്നേഹം തോന്നുമ്പോൾ അവൾ എൻ്റെ കവിളിൽ കൊച്ചരി പല്ലുവെച്ച് തുരുതുരാ കടിക്കുമായിരുന്നു. ഞാൻ മനസ്സിലാക്കി അവളുടെ സ്നേഹം വഴുതി വീഴുന്നത് ഇങ്ങനെയാണെന്ന്. അവൾ ഇഷ്ടപ്പെട്ട ആ ഷൂവിനോടും അങ്ങനെ തന്നെ പ്രതികരിച്ചു. എൻ്റെ കൈത്തണ്ടയിൽ തല ചായ്ച്ച് നെഞ്ചിലെ ചൂടിലുറങ്ങുന്ന അവളുടെ മുഖത്ത് ഒരു സുരക്ഷിതത്വ ഭാവമുണ്ടായിരുന്നില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ടാകും അങ്ങനെ ഉറങ്ങാൻ അവൾ വാശി പിടിക്കാറുള്ളത്. നനുത്ത മുടിയിൽ കൈയോടിച്ച് ഞാൻ അമ്പാടി തന്നിലൊരുണ്ണി എന്ന് പാടുമ്പോൾ കറുത്ത ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അമ്പിളി മാമനെ പോലെ രാത്രിയുടെ ഇരുളിൽ അവളുടെ മുഖം തെളിയുന്നതായി എനിക്ക് തോന്നി. പിന്നീട് എന്നോ ആ വരികൾ ആലപിച്ചപ്പോൾ എന്തിനാണ് അവളുടെ കുഞ്ഞിക്കണ്ണുകളിൽ മിഴിനീർ കവിഞ്ഞൊഴുകിയത്? എന്തിനാണവൾ ഒറ്റവാക്കുകൾ കോർത്തിണക്കി അമ്മയെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞത്? ഒരു പക്ഷേ അതൊരു പാട്ടിൻ്റെ വഴികളായിട്ടല്ല, അവളുടെ അമ്മയുടെ വാത്സല്യമായാകാം അവളിൽ പതിഞ്ഞത്. അത് നഷ്ടപ്പെടുമോ എന്നവൾ എപ്പോഴോ ഭയന്നിട്ടുണ്ടാകും.
തൊട്ടടുത്ത് അവളെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അമ്മയെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന നിഷ്കളങ്കത ഓർത്ത് ഞാൻ ചിരിച്ചു. ആദ്യമായി സ്കൂളിൽ പോകാൻ ഞാൻ വാങ്ങിയ ബാഗും വാട്ടർ ബോട്ടിലും കഴുത്തിലണിഞ്ഞ് സ്കൂളിനെക്കുറിച്ച് ഒരുപാട് സമസ്യകളും സ്വപ്നങ്ങളുമായി അവൾ ആ രാത്രി ഉറങ്ങി. പിറ്റേന്ന് ആദ്യ ദിവസം നഴ്സറി ക്ലാസ്സിൽ കൊണ്ടുവിട്ട് തിരിച്ചു പോരുമ്പോൾ അരുതേ, തനിയെ ആക്കി പോവരുതേ എന്ന ദാക്ഷിണ്യം പൊഴിയുന്ന കണ്ണുകളായിരുന്നു അവളുടേത്. ആ ദിവസങ്ങൾ എന്തേ എന്നെ വിട്ട് വിദൂരതയിൽ പോകുന്നു? കൊതി തീരാത്ത ഓർമ്മകളുടെ അനന്തതയിലേക്ക് ഞാൻ ആണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇനിയും അതിൻ്റെ ആഴങ്ങളിലേക്കാണോ എൻ്റെ യാത്ര? കര കാണാൻ കഴിയാത്ത വിധം ഞാൻ ആഴ്ന്നു പോയിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെടാനാകില്ല. മങ്ങലേൽക്കാത്ത ഓർമ്മകളെ എനിക്ക് വിട്ടുകൊടുക്കാനാകില്ല. ആ ബാല്യത്തെ എന്തിനായി കാലം അത് അവളിൽ നിന്നും തട്ടിപ്പറിച്ചു? അവളുടെ ബാല്യത്തിൻ്റെ മുറ്റത്ത് സന്തോഷത്തിൻ്റെ ആകാംക്ഷയുടെ മണൽത്തരികൾ ചേർത്ത് എന്നിലെ മാതൃത്വമുണ്ടാക്കിയ കൊട്ടാരങ്ങൾ എന്തിനായി കൗമാരം തട്ടിയുടയ്ക്കുന്നു? ദൂരെ നിന്ന് കാലത്തിൻ്റെ ജൽപ്പനങ്ങൾക്ക് ഞാൻ കാതോർത്തു. ഇന്നവൾ ഋതുമതിയായി. നീ സന്തോഷിക്കണം. ഒരു മാതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷം. അവളും മാതാവാകണം. നീ ആഗ്രഹിക്കുന്നില്ലേ അവളുടെ കുഞ്ഞിനെ താലോലിക്കാൻ? എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവളെ സംരക്ഷിക്കുന്നത് നിന്റെ കടമയാണ്. നിനക്കും ഒരു ബാല്യമുണ്ടായിരുന്നു. നിന്നിൽ നിന്ന് ഞാൻ അതെടുത്തിരുന്നു. അതാണെൻ്റെ വിനോദം. ഇത് കാലത്തിൻ്റെ തീരുമാനമാണ്. സന്തോഷിക്കണം. നീ സന്തോഷിക്കണം. ഞാൻ സ്വാർത്ഥയായോ? അതോ എന്നിലെ ഭയമോ? അവൾ എന്നിൽ നിന്ന് ദൂരെ പോകുന്നുവോ? കൗമാരം അവൾക്കായി പുതിയ ലോകം സൃഷ്ടിക്കുമോ? ചിന്തകളുടെ വാതായനങ്ങൾ കൊട്ടിയടച്ച് ഞാൻ ഒരു മാതാവ് എന്ന തലത്തിലേക്ക് ഇറങ്ങിപ്പോയി. ശരിയാണ്, ഈ ദിവസം ഞാനും കൊതിച്ചിരുന്നു. അവളുടെ ഓരോ വളർച്ചയിലും ഇമ വെട്ടാതെ ഞാൻ നോക്കിയിരുന്നു. ഒരു നവവധുവായി വിവാഹ മണ്ഡപത്തിലേക്ക് അവളെ കൈപിടിച്ചു കൊണ്ടുപോകണമെന്ന എൻ്റെ മോഹം സ്വപ്നങ്ങളുടെ പാടത്ത് ഇനിയും കതിരിട്ട് നിൽക്കുന്നതല്ലോ.